അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി പാലിച്ച് ജീവിക്കാൻ നാം ഏവരും ബാധ്യസ്ഥരാണെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ആ മേഖലകളിൽ ഏത് രൂപത്തിലാണ് നമ്മുടെ ജീവിതം കൊണ്ടുപോകേണ്ടത് എന്നുള്ള കൃത്യമായ നിയമവ്യവസ്ഥകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അത് ഏത് മേഖലയിൽ എന്നപോലെ തന്നെ സാമ്പത്തികമായ വിഷയത്തിലും വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും ഒക്കെ ആയിട്ട് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളുടെ വ്യക്തിത്വം മനസ്സിലാക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് അയാളുമായിട്ട് ഒരു സാമ്പത്തികമായിട്ടുള്ള ഇടപാട് നടത്തി നോക്കുക എന്നുള്ള. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ട് സമ്പത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ കൃത്യമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പ്രാധാന്യം എന്തെന്നാൽ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, നാളെ പരലോകത്ത് വെച്ചിട്ട് ഒരാളുടെ കാൽപാദവും മുന്നോട്ട് നീങ്ങൂല. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അൽ. ചില കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ലാതെ ഒരാളുടെയും കാൽപാദങ്ങൾ മുന്നോട്ട് നീങ്ങൂല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നിടത്ത് എണ്ണിപ്പറയുന്ന ഒന്ന് വഅൻ മാലിഹി, അവൻ്റെ സമ്പത്തിനെ കുറിച്ചാണ്. ഓരോ അവൻ്റെ ജീവിതത്തെക്കുറിച്ചും അവൻ്റെ സമയത്തെക്കുറിച്ചൊക്കെ ഓരോ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ സമ്പത്തുമായി ബന്ധപ്പെട്ട് അവനോട് ചോദിക്കുന്നത് രണ്ട് ചോദ്യങ്ങളാ. ഒന്ന്, മിൻ ഐനക്തസബഹു വഫീമ അൻഫഖഹു, എവിടെ നിന്നാണ് അത് സമ്പാദിച്ചിട്ടുള്ളത്, അതായത് എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ്, ഹലാലായ മാർഗത്തിലൂടെയാണോ ഹറാമായ രൂപത്തിലൂടെയാണോ, ഏത് രൂപത്തിലാണ് അവന് സമ്പാദിച്ചിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം മനുഷ്യന് മുമ്പിൽ കടന്നു വരാനുണ്ട്. മാത്രമല്ല വഫീമ അൻഫഖഹു, അതെങ്ങനെയാണ്, ഏത് വിധത്തിലാണ്, എവിടൊക്കെയാണ് ചെലവഴിച്ചത് എന്നുള്ള കൃത്യമായ ഒരു ചോദ്യം പ്രിയപ്പെട്ടവരെ നമ്മൾ നാളെ പരലോകത്ത് ഫേസ് ചെയ്യാനുണ്ട്. അടിസ്ഥാനപരമായ ചില വിഷയങ്ങൾ നമ്മൾ പാലിക്കുമ്പോൾ, നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ സാമ്പത്തികമായ വിഷയത്തിലുള്ള കൃത്യമായ വിധിവിലക്കുകൾ പാലിക്കാൻ നമുക്ക് സാധിക്കും. അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ഉറപ്പെടുത്തുക. ഒന്നാമതായിട്ട്, എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥാവകാശം ആത്യന്തികമായി അള്ളാഹുവിൻ്റെതാണെന്നുള്ള ബോധ്യം നമുക്ക് വേണം. നമ്മൾ സാധാരണയായി ഫർദ് നമസ്കാരങ്ങളിലൂടെ അതിനുശേഷം നമ്മൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാറുള്ള അല്ലെങ്കിൽ നമ്മൾ ചൊല്ലാറുള്ള ആയത്തുൽ കുർസി, ആ ആയത്തുൽ കുർസി പാരായണം ചെയ്തുള്ള മഹത്വം നമുക്കറിയാം. ഓരോ നമസ്കാര ശേഷവും ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മുമ്പിൽ സ്വർഗം കരസ്ഥമാക്കാൻ തടസ്സമായിട്ടുള്ളത് മരണം മാത്രമേ ഉള്ളൂ എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. ആ ആയത്തുൽ കുർസിയിൽ നമ്മളൊക്കെ പറയുന്ന ഒന്നുണ്ട്, ലഹു മാഫിസ് സമാവാതി മാഫിൽ അർദ്, ആകാശങ്ങളിലും അതിൻ്റെ ഭൂമിയിലും അതിനിടയിലും ഉള്ളതൊക്കെയും തന്നെ അള്ളാഹുവിൻ്റെതാണ്. മറ്റൊരിടത്ത് വമാ ബൈനഹുമാ വമാ തഹ്ത ത്തറ, ഇനി അതിൻ്റെ അടിയിലുള്ളതും അതിന് ഇടയിലുള്ളതും ഒക്കെയും അള്ളാഹുവിൻ്റെതാണ് എന്നുള്ളത്. അതാണ് ലഹു മാഫിസ് സമാവാതി വമാഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അവൻ്റേതാണ്. അവൻ അള്ളാഹുവിൻ്റെതാണ്. നമ്മൾ പറയാണ് എൻ്റെതല്ല, എൻ്റെ വീട്, എൻ്റെ വാഹനം, എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് എൻ്റേതല്ല, അത് അള്ളാഹുവിൻ്റെതാണ്. ആ ബോധ്യം നമുക്ക് കടന്നു വരേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഒരു പണ്ഡിതൻ ചിലർ പറയാറുള്ളത് പോലെ, ഞാൻ എൻ്റെ കാറ് എന്ന് പറയുന്ന എൻ്റെ കാറിൽ ഞാൻ ഇരിക്കുന്ന സീറ്റല്ലാതെ മറ്റു പലതും പലർക്കും ഇരിക്കാനുള്ളതാണ്. എൻ്റേത് എന്ന് പറയുന്ന വീട്ടിൽ ഞാൻ കിടക്കുന്ന ആ ഒരു ചെറിയ കട്ടിലിൻ്റെ ഒരു ഭാഗം മാത്രമേ എൻ്റെതായിട്ടുള്ളൂ, ബാക്കി മറ്റും പലതും പലരുടേതുമാണ്. ആ രൂപത്തിലേക്കാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഇനി നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാലോ ഒന്നും തന്നെ നമ്മുടേതല്ല. അതാണ് കൃത്യമായ അനന്തരാവകാശ നിയമം അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. കാരണം യഥാർത്ഥ ഉടമയാണ് ഒരു വസ്തു ഏത് രൂപത്തിൽ അയാളുടെ മരണശേഷം വീതം വെക്കേണ്ടതെന്ന് പഠിപ്പിക്കേണ്ടത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് ഖുർആനിലൂടെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ടുണ്ടാകേണ്ടത് എല്ലാറ്റിൻ്റെയും ഉടമസ്ഥാവകാശം അത് അള്ളാഹുവിനാണെന്നുള്ള ബോധ്യം. രണ്ടാമതായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകണം, മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഒരു ഖലീഫയായിട്ട്, ഒരു അബ്ദായിട്ട്, ഒരു പിന്തുടർച്ചക്കാരനായി, അള്ളാഹുവിൻ്റെ ഒരു അടിമയായിട്ട് അള്ളാഹു ഇവിടെ നമ്മളെ നിയമിച്ചതാണ്. കുറച്ചു കാലം നമ്മൾ ഇങ്ങനെ ജീവിക്കും. ആ ജീവിക്കാനുള്ള സ്വത്തുവകകൾ നമ്മൾ ഉപയോഗപ്പെടുത്തും. നമ്മുടെ മരണശേഷവും അത് നമ്മളത് ബാക്കി വെച്ച് പോകും. അത് മറ്റു പലരും ഉപയോഗപ്പെടുത്തും. ഇത്തരത്തിൽ പിന്തുടർച്ചക്കാരായി
അബദുകളായി, അള്ളാഹിൻ്റെ അടിമകളായി ഈ ജീവിതത്തിൽ കടന്നു പോകുന്നവർ മാത്രമാണ് നമ്മൾ. ഇവിടെ കാലാകാലം ജീവിക്കുന്നവരല്ല. ആ ഒരു ബോധ്യം കടന്നു വരുമ്പോൾ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഏറ്റവും നന്നായി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആരെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണമാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. മരണവും ജീവിതവും ഒക്കെ അവർ സൃഷ്ടിച്ചത്, മരണവും അതുപോലെ തന്നെ ജീവിതവും ഒക്കെ ജനനവും ഒക്കെ അവർ സൃഷ്ടിച്ചുള്ള അതിനു വേണ്ടിയിട്ടാണ്. അതിനിടയിലുള്ള ഈ പരീക്ഷണ കാലഘട്ടമാകുന്ന നമ്മുടെ ഈ ജീവിതം ഏറ്റവും നന്നായ രൂപത്തിൽ അഹ്സനു അമലാകാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. എങ്ങനെയാണെങ്കിൽ നമ്മൾ വെറും ഖലീഫയാണ്, കുറച്ച് കാലം ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ ജീവിതം ഒരു ട്രസ്റ്റി ആയിട്ട് ഈ സ്വത്തും ഈ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹിൻ്റെ പ്രീതി നേടാൻ വേണ്ടിയിട്ട് ജീവിതം കഴിഞ്ഞു പോകുന്നവർ മാത്രമാണ് എന്നുള്ള ബോധ്യം കടന്നു വരുമ്പോൾ മൂന്നാമതായിട്ട് സ്വത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഒന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായതൊക്കെയും ഈ ദുനിയാവിൽ സംവിധാനിച്ചിട്ടുണ്ട്. വമാമിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹൂദിലൂടെ പഠിപ്പിച്ചതാ. ഈ ഭൂമിയിൽ യാതൊരു ജന്തുവും അതിന്റെ ഉപജീവനം അള്ളാഹു ബാധ്യത ഏറ്റിട്ടല്ലാതെ ഇല്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിൻ്റെയും റിസ്ക് ഏറ്റിട്ടുണ്ട്. നമുക്കൊക്കെ ആവശ്യമായിട്ടുള്ള സ്വത്ത് വകകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിക്കാൻ ആവശ്യമായത് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കണം. നമ്മളുടെ റിസ്ക് കൃത്യമായി അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അത് നേടിയെടുക്കാനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതിൻ്റെ കഠിനാധ്വാനങ്ങൾ നമ്മൾ ഉണ്ടാകണം. ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ബോധ്യത്തോട് കൂടിയിട്ട് ദുനിയാവിൻ്റെ വിഷയങ്ങൾ നമ്മൾ ഇടപെടണം. അങ്ങനെയാണെങ്കിലോ നമുക്ക് ആ റിസ്ക് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നല്ല. അത് ഹലാലായ മാർഗത്തിലൂടെ മാത്രം ആയിരിക്കണം. കാരണം നാളെ മനുഷ്യന് ഖേദിക്കുന്ന ഒരു രംഗത്തെക്കുറിച്ച് സൂറത്തുൽ ഫജ്റിൽ പറയുന്നുണ്ട്, യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, എൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് നരകാവകാശി പറയുന്ന ഒരു രംഗം പറയുന്നുണ്ട് സൂറത്തുൽ ഫജ്റിൽ. അവിടെ ബോധ്യപ്പെടുന്നുണ്ട് എൻ്റെ ജീവിതം അത് യഥാർത്ഥത്തിൽ പരലോക, നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ പരലോകത്തിലെ ഈ ഒരു മരണത്തിന് ശേഷം കടന്നു വരുന്ന ജീവിതമാണ്. ആ ബർസഖിയായിട്ടുള്ള അതിനും ശേഷം നമുക്ക് വരാനുള്ള സ്വർഗനരകം, അവിടെയാണ് യഥാർത്ഥ ജീവിതം. സ്വർഗമാണോ? അൽഹംദുലില്ലാ നമ്മൾ കഴിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗ പൂങ്കാവനത്തിൽ പ്രിയപ്പെട്ടവരോട് നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി സമ്പത്ത് വിഷയത്തിൽ നമ്മൾ നാലാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്, കൃത്യമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത രൂപത്തിലാണ് അത് വിതരണം ചെയ്യപ്പെട്ടുള്ളത്. അത് പലരെയും പരിഗണിക്കുക എന്നുള്ള സ്വത്ത് പല ആളുകൾക്കും കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. അതെന്താണ്? ഇല്ലാത്ത ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് പരീക്ഷണമാണ്, അവർക്കും പരീക്ഷണമാണ്. ഉള്ള ആളുകളോ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ പരിഗണിക്കുന്നുണ്ടോ? പരീക്ഷണമാണ്. സ്വത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വീതം വെച്ചിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെയല്ല, സമത്വമില്ല, ഒരുപോലെയല്ല അവിടെ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നൽകുന്നത് ഇക്വിറ്റബിൾ ആയിട്ട് ഓരോരുത്തർക്കും എങ്ങനെ കൃത്യമായിട്ട് ആവശ്യത്തിനനുസരിച്ച് കിട്ടുന്ന രൂപത്തിൽ, അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ ശ്രദ്ധിക്കേണ്ടുന്ന രൂപത്തിലായിരിക്കണം അല്ലെ. പൊതുവെ എക്കണോമിക്സിലൊക്കെ പറയാറുണ്ട്, ആൾപ്പെരുപ്പം കൊണ്ടാണ് പട്ടിണി ഉള്ളതെന്നൊക്കെ തെറ്റിദ്ധാരണയാ. മാൽത്തൂസിൻ സിദ്ധാന്തങ്ങൾ പ്രകാരമൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുടെ എണ്ണം കൂടുന്തോറും ജനസംഖ്യാ വർധനവ് എന്നുള്ളത് റിസ്ക് കുറയാനുള്ള, പട്ടിണി വർദ്ധിക്കാനുള്ള കാരണമായിട്ട് പഠിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ റിസോഴ്സസ് കൂടുമ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവണം, കൂടുതൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട്, ഉൽപാദനങ്ങളുടെ ഫലമായിട്ട് ഒരുപാട് ആളുകൾക്ക് ജീവിക്കാനുള്ള വിഭവങ്ങൾ കിട്ടുന്ന അവസ്ഥ ഉണ്ടാകും. പക്ഷെ ഇന്ന് നമ്മുടെ അടുത്ത് പല ആളുകളും പല രൂപത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് പലരും പട്ടിണിയിലും മറ്റു പ്രയാസങ്ങളിലൊക്കെ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ ക്രയവിക്രയങ്ങൾ പാലിക്കേണ്ടതായിട്ടുള്ള മറ്റു പല നിയമങ്ങളുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഇനി ഉൽപാദന രംഗത്താകട്ടെ മറ്റൊരാളെ ചൂഷണം ചെയ്യാൻ പാടില്ല. ഉയർന്ന പദവിയിലുള്ള ആളുകൾ താഴെ പദവിയിലുള്ള ആളുകളെ ചൂഷണം ചെയ്യാൻ പാടില്ല. അതുപോലെ എന്ത് തന്നെ ഉണ്ടാകുമ്പോൾ, എന്ത് പ്രൊഡക്ഷൻ, എന്ത് ഉൽപാദന പ്രവർത്തനങ്ങളിലും പ്രധാനം കൊടുക്കേണ്ടത് അത്യാവശ്യങ്ങൾക്കായിരിക്കണം. അതിനുശേഷം ആവശ്യങ്ങൾക്ക്, അതിനുശേഷം നമുക്ക് ചെറിയ രൂപത്തിലുള്ള നമ്മളെ ഐശ്വര്യങ്ങൾക്കാകാം, അനാവശ്യങ്ങൾക്കാകാൻ പാടില്ല. ഇസ്രാഫിനെ, തബ്ദീറിനെ കൃത്യമായിട്ട് ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഗൗരവം ഓർമ്മപ്പെടുത്തുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഇനി കച്ചവട രംഗത്ത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. കച്ചവടം ഇസ്ലാം ഹലാലാക്കി, എന്നാൽ അപ്പുറത്ത് പലിശയെ ഹറാമാക്കുകയും ചെയ്തു. ലാഭം നേടാനുള്ള കൃത്യമായിട്ട് പ്രവർത്തനത്തിലൂടെ, അധ്വാനത്തിലൂടെ നേട്ടം നേടിയെടുക്കുവാനുള്ള അവസരം ഇസ്ലാം അനുവാദം നൽകി.
എന്നാൽ ഇപ്പുറത്തോ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നതായിട്ടുള്ള മാർഗങ്ങൾ ഇസ്ലാം കൃത്യമായിട്ട് നിരോധിക്കുകയും ചെയ്തു. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പാലിക്കണം. ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഇനിയും ഒരുപാട് സാമ്പത്തിക വിഷയങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ കൃത്യമായ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ശ്രദ്ധ കൈവരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.